തിരുവനന്തപുരം നേമത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചതിൽ ഭർത്താവ് നയാസിന്റെ ആദ്യ ഭാര്യയെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. ആദ്യ ഭാര്യയെ പോലീസ് ഇന്നലെ പ്രതി ചേർത്തിരുന്നു. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനന്തൻ, ഈ പ്രസവം വീട്ടിൽ നടന്ന സമയത്ത് ഈ ആദ്യ ഭാര്യയുടെ മകൾ ഉണ്ടായിരുന്നു. മകൾ അക്യുപങ്ക്ചർ വിദ്യാർത്ഥിനിയാണ് എന്നൊക്കെ വിവരങ്ങൾ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് അവരും വരുന്നത്? ആര്യ, തിരുവനന്തപുരം നേമത്ത് പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവം, വൈദ്യസഹായം ലഭിക്കാതെയാണ് മരിച്ചത്. ഒപ്പം തന്നെ ഈ യുവതിയെ ശുശ്രൂഷിക്കാനെത്തിയത് അക്യുപങ്ക്ചർ വിദഗ്ധൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഷിഹാബുദ്ദീനാണ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്കാണ് നേമം പോലീസ് കടക്കുന്നത്. ഇപ്പോൾ ഈ യുവതിയുടെ ഭർത്താവ് നയാസിൻ്റെ ആദ്യ ഭാര്യയെ ഇന്നലെ പോലീസ് പ്രതി ചേർത്തിരുന്നു. അവരെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. അവരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് പോലീസിൻ്റെ തീരുമാനം. പക്ഷേ അവർ ഒളിവിലാണെന്നാണ് പോലീസിൻ്റെ സംശയം. ഇന്ന് അവരെ തിരുവനന്തപുരം നേമത്ത് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ ആദ്യ ഭാര്യയുടെ മകൾ ഈ യുവതിയുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വീട്ടിൽ വന്നു എന്നതിന് പോലീസിന് മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. അയൽവാസികളൊക്കെ ആ രീതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പങ്കാളിത്തം എന്താണ് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും പ്രതിപട്ടികയിൽ ഈ നയാസിൻ്റെ ആദ്യ ഭാര്യയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഷിഹാബുദ്ദീനെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അയാൾ അക്യുപങ്ക്ചർ ചികിത്സാ കേന്ദ്രങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. ഇതെല്ലാം വ്യാജമാണ്. ഇയാൾക്ക് ആ ചികിത്സ നടത്താനുള്ള ലൈസൻസ് ഇല്ല എന്നാണ് പോലീസ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് വിശദമായ അന്വേഷണം നടക്കുന്നത്. ഏതായാലും ഷിഹാബുദ്ദീൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊപ്പം തന്നെ നയാസിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്കാണ് നേമം പോലീസ് കടക്കുന്നത്. ശരി, ആനന്ദൻ.